സത്യം പറഞ്ഞാൽ കൊച്ചിയിൽ ഒരുപാട് കടയിൽ നമ്മൾ വാൾപേപ്പറിന് വേണ്ടി കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇന്റീരിയർ ഹോം ഡെക്കറിന് ഐറ്റംസ് വേണ്ട എല്ലാ സംഭവങ്ങളും കിട്ടും. അത് കൂടാതെ വെറും 600 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ ലെവലായിട്ടുണ്ട്. ഒരുപാട് കളക്ഷൻസുകൾ കൊണ്ട് നോക്കി എടുക്കാൻ പറ്റും. നമ്മുടെ ഈ ഒരു സൈഡ് നമ്മൾ ഓൾറെഡി വാൾപേപ്പർ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സൈഡ് വാൾപേപ്പർ ചെയ്യാൻ വേണ്ടിയിട്ടും ബെഡ്റൂം വാൾപേപ്പർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങളിപ്പം പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് വരാം. ദി ഇന്റർലക്സ് ഹോം ഡെക്കറിന്റെ മായാലോകം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ വാൾപേപ്പറിന്റെ ലോകത്ത് വന്നിട്ടുണ്ട്. ഹാളിലേക്കും വേണം, ബെഡ്റൂമിലേക്കും വേണം. ഇതൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയാണ്. വൈഡ് വെറൈറ്റി ആണ് മക്കളെ, ഇവരുടെ സ്പെഷ്യൽ വൈഡ് വെറൈറ്റി. ഇതൊക്കെ ഇപ്പോഴേ തന്നെ കിട്ടുമായിരിക്കും. ഷോപ്പിന്റെ ഫുൾ വീഡിയോ ഞങ്ങൾ ഇവിടെ ഇട്ടിട്ടുണ്ട്, കാണാത്തവർക്ക് വേണമെങ്കിൽ കാണാം. അപ്പോൾ വാൾപേപ്പറിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഡീറ്റെയിൽസ് വാൾപേപ്പറിന്റെ സംഭവങ്ങളും വാൾപേപ്പർ ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ കണ്ടുപോകാം. സത്യം പറഞ്ഞാൽ കൊച്ചിയിൽ ഒരുപാട് കടയിൽ ഞങ്ങൾ വാൾപേപ്പറിന് വേണ്ടി കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലെ സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കടയും ഇത്രയും കളക്ഷൻസ് ഉള്ള ഒരു കടയും ഞങ്ങൾ കൊച്ചിയിൽ എവിടെയും കണ്ടിട്ടില്ല ഗൈസ്. ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് അനുസരിച്ചുള്ള നിങ്ങളുടെ ബഡ്ജറ്റിൽ സാധനം കിട്ടും എന്നുള്ളതാണ്. 850-ന് 2 റോൾ കിട്ടുന്നുണ്ട് ഇവിടെ. ഞങ്ങളോട് പറഞ്ഞത് 5 വർഷം എന്തായാലും ഒരു കുഴപ്പമില്ലാതെ എല്ലാ വാൾപേപ്പറും പോകുന്നതാണ്. ചൈനയുടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചൈനീസ് പേപ്പർ ആണെങ്കിൽ ചിലപ്പോൾ ചെറിയ മങ്ങലൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞത്. അത്ര ലോക്കൽ വാങ്ങാതിരിക്കുക, കുറച്ചൊരു ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നോക്കി അന്വേഷിച്ച് നടന്ന് ഇഷ്ടമുള്ള ഒരുപാട് കളക്ഷൻസുകൾ കൊണ്ട് നോക്കി എടുക്കാൻ പറ്റും. നമ്മുടെ വാൾപേപ്പറിന്റെ ഡിസൈൻ ആയാലും കളറായാലും എല്ലാം സെലക്ട് ചെയ്യുന്നത് നിക്കു തന്നെയാണ്. കാരണം എനിക്ക് ഈ പണി അത്ര കാര്യമായിട്ട് അറിയില്ല, അതുകൊണ്ട് തന്നെ നിക്കുനാണ് കൊടുത്തത്. പക്ഷേ രാവിലെ മുതൽ ഉച്ച വരെ ഇവിടെ തന്നെ ഇരുന്നു ഒരുപാട് സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ ബുക്കുകളായി പരതി ആദ്യം ഒന്നെടുക്കും, അതിനുശേഷം ഇത് വേണ്ട അതെടുക്കാം, അത് വേണ്ട ഇതെടുക്കാന്ന് പറഞ്ഞ് ഇത് തന്നെയായിരുന്നു പണി ഗൈസ്. അപ്പോൾ അതിലെടുത്ത് നൈനൂസ് ഒരുപാട് എടുത്ത് കളിക്കുന്നു. അത് വേണോ അമ്മേനോട് ചോദിച്ചോ. നിങ്ങൾ ആരെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഷോപ്പിനെ പറ്റിയിട്ടുള്ള ഫുൾ വീഡിയോ ഞങ്ങൾ വേറെ ഒന്നും ചെയ്തിട്ടുണ്ട്. ഈ ഷോപ്പ് വെറും വാൾപേപ്പറിന്റെ മാത്രമല്ല ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ ഇന്റീരിയർ ഹോം ഡെക്കറിന് ഐറ്റംസ് വേണ്ട എല്ലാ സംഭവങ്ങളും കിട്ടും. അത് കൂടാതെ ഹോം ഡെക്കർ മാത്രമല്ല, നിങ്ങൾക്ക് എന്തൊക്കെ വീട്ടിലേക്ക് ചെയ്യണോ, ക്ലോക്ക് അത് ഇത് പിന്നെ വീട്ടിലുള്ള മറ്റുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടല്ലോ, എന്തൊക്കെയാണോ വീട് എടുത്തതിന് ശേഷം വീട്ടിൽ ചെയ്യാൻ വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇത് വെറൊരു വാൾപേപ്പറിന്റെ കടയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. അതിന്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മറ്റേ ഹോം ചാനലിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. എന്നാലും നിങ്ങൾക്ക് ആ വീഡിയോ പോയി കാണണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടൊന്ന് കാണിച്ചു തരാം ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് ഫുള്ളല്ല, ജസ്റ്റ് എൻ്റെ മുന്നിൽ കാണുന്ന സംഭവങ്ങളെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 സാധനങ്ങൾ ഞാനൊന്ന് കവർ ചെയ്ത് തരാം. ഒട്ടുവിധ എല്ലാ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഇതുപോലുള്ള സംഭവങ്ങൾ കൂടുതലും കാണുന്നത് ബുദ്ധയുടെയാണ്. പക്ഷേ ഇവിടെ ബുദ്ധയെ വെച്ച് നല്ല വാട്ടർഫോളിന്റെ സംഭവങ്ങളാണ് ഞാൻ കൂടുതലും കാണാൻ പറ്റിയത്. അപ്പോൾ ഗൈസ്, അപ്പോൾ അടുത്ത ദിവസം തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ അവർ തന്നെ നമ്പറിലുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്ത് നമ്മൾ വാൾപേപ്പർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആളെത്തിയിട്ടുണ്ട്. വെറും 600 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. പുറത്തുള്ള ആൾക്കാരെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിനിമം എനിക്ക് തോന്നുന്നു 800 രൂപയെങ്കിലും ഇതിന് വാൾപേപ്പർ ഒരു റോൾ ഫിറ്റ് ചെയ്യാൻ വേണ്ടി ചാർജ് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ തന്നെ കോൺടാക്ട് ആയതുകൊണ്ട് തന്നെ ഇവർ 600 രൂപക്കാണ് ഈ സംഭവങ്ങൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാൾപേപ്പർ ഫിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് കാണാം, അതിനുശേഷം മൊത്തത്തിലുള്ള വ്യൂ ഒന്ന് കണ്ടുനോക്കാം എങ്ങനെയുണ്ടെന്ന്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വാൾപേപ്പറിന്റെ പണിയൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊക്കെ പോയി. ഞാൻ വീടൊക്കെ ഒന്ന് സെറ്റാക്കി നൈനൂസ് കിടന്നുറങ്ങാണ്. പാവം നിക്കോസ് ഇവിടെ ഇല്ല, നിക്കോസ് ഓഫീസിലേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത് ഒരു വാൾപേപ്പർ ഗായ്സ്, ഹാളിലുള്ള വാൾപേപ്പർ. ചെയ്യുമ്പോൾ ഇത്ര ഭംഗി തോന്നിയിരുന്നില്ല, പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ ലെവലായിട്ടുണ്ട്, നല്ല ലുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഞാൻ കുറച്ച് ഇവിടത്തേക്ക് മാറ്റി. അതുകൂടാതെ ഇന്നലെ അവിടെ പോയപ്പോൾ ഇന്റീരിയർ ഷോപ്പ് പോയപ്പോൾ ഞങ്ങൾ അറിയാതെ വലിയൊരു പൈസ വീണ്ടും ചെലവഴിച്ചു ഗൈസ്. ഞങ്ങൾ തീരെ പ്രതീക്ഷിച്ചില്ല, ജസ്റ്റ് വാൾപേപ്പർ വാങ്ങാൻ പോയതാണ്. അപ്പോൾ ആ ഒരു സാധനം ഇപ്പം ഇവിടെ വരും, അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ അറിയിക്കുന്നതാണ്. ഈ സംഭവം അവിടെ നിന്ന് തന്നെ വാങ്ങിയാണ്, അതായത് ഇന്ന് കണ്ട ഷോപ്പില്ലേ അവിടെ നിന്ന് തന്നെ വാങ്ങിയാണ്. അപ്പോൾ ഇത് എവിടെ വെക്കണം എന്നറിയില്ല, തൽക്കാലം ഇപ്പോൾ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇത് എവിടെയെങ്കിലും ഹാങ് ചെയ്യും. അതൊക്കെ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും. പിന്നെ ഈ നൈനൂസിന്റെ ടോയ്സും ഒക്കെ. അപ്പോൾ ഇത് നല്ല മാച്ചാണ് ഗൈസ്, നമ്മുടെ സോഫക്കും ഒക്കെ ആയിട്ട് നല്ല മാച്ചാണ്. ഇതാണ് അതിന് മുമ്പേ ചെയ്ത മറ്റേ വാൾപേപ്പർ. ആദ്യം ഞങ്ങൾ വാങ്ങിയ വാൾപേപ്പർ ഇതാണ്, ടിവിയുടെ സൈഡിൽ വെച്ചിട്ടുള്ളത്. സെയിം വാൾപേപ്പർ തന്നെ ചെയ്യാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാന്. പക്ഷെ അവസാന നിമിഷം ഞങ്ങൾ ചേഞ്ച് ചെയ്തു, ചെറിയൊരു മാറ്റം വരുത്തി. അപ്പോൾ ഇവിടുത്തെ നമ്മളൊരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടുത്തെ ലൈറ്റ് ഓണാക്കി തരാം. 1 2 3 എല്ലാ ലൈറ്റും ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ വാൾപേപ്പറിൻ്റെ സ്ഥിതി. ഓക്കെ, ബെഡ്റൂം എന്ന് പറയുന്നത് നമ്മുടെ ഹാള്. ഇനി നമുക്ക് നേരെ ഈ അടുത്ത വാൾപേപ്പറിലേക്ക് പോകാം. അടുത്ത വാൾപേപ്പർ എവിടെയായിരുന്നു? നമ്മുടെ ബെഡ്റൂമിൽ. ഗൈസ് ഇതാണ് ഗൈസ്, ഞാനൊന്ന് കുറച്ചൊന്ന് സൂം ഔട്ട് ആക്കാം.
ഇതാണ് ഇപ്പൊ ചെയ്ത അടുത്ത വാൾപേപ്പർ. അടുത്ത ലൈറ്റ് ഓൺ ആക്കാം. 1 2 ഇവിടെ സെക്കൻഡ് ലൈറ്റ്. ഇത് നമ്മുടെ പുതിയ ബെഡ്ഷീറ്റ്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത രണ്ടാമത്തെ വാൾപേപ്പർ. ഇത് കുറച്ച് ഓവറായെന്നാണ് തോന്നിയത് നമുക്ക്. പക്ഷെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫർണിച്ചറുമായിട്ടൊക്കെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അതേപോലത്തെ ബെഡ്ഷീറ്റൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഓക്കെ ആണെന്നാ തോന്നുന്നത്, സെറ്റ് ആണെന്നാ തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ഹോമിന്റെ ഫുൾ വീഡിയോ ഞങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇവിടെ പോയിട്ട് ഒന്നുകൂടി കാണാവുന്നതാണ്. അപ്പോൾ ഗൈസ് ബൈ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അതുപോലെ ഒരു വലിയൊരു സംഭവം ഞങ്ങൾ ഇന്നലെ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതും കൂടി സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ചെറിയൊരു വീഡിയോ ഹാളിൻ്റെ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് കൂടി നമുക്ക് പിന്നെ കാണാം.